കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന ശ്രീ ത്യാഗരാജസ്വാമി, ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമ ശാസ്ത്രികൾ, ഇവർ 3 പേരും കൂടി ചേർന്നാണ് സംഗീത രാഗങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയത്. ഈ രാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരു സംഗീതജ്ഞനാണ് ശ്രീ വെങ്കിടമഖി. അദ്ദേഹത്തിൻ്റെ 72 മേളകർത്ത പട്ടിക ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ 15ാമത്തെ രാഗമായ മായാമാളവ ഗൗള എന്ന രാഗമാണ് സംഗീത വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശ്രീ പുരന്ദരദാസർ എന്ന സംഗീത പിതാമഹൻ അദ്ദേഹം തിരഞ്ഞെടുത്തത്. മായാമാളവ ഗൗള തിരഞ്ഞെടുക്കാൻ ആ മായാമാളവ ഗൗള രാഗത്തിലെ ആരോഹണത്തിലും അവരോഹണത്തിലും പൂർവാംഗവും ഉത്തരാംഗവും ഒരേ അളവിലാണ് വരുന്നത്. സംഗീത വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രാഗമാണ് മായാമാളവ ഗൗള. ഈ മായാമാളവ ഗൗള രാഗത്തിൽ സ്വരസ്ഥാനങ്ങൾ എല്ലാം കംപ്ലീറ്റ് സ്വരസ്ഥാനങ്ങളും ഉണ്ട്. സ മുതൽ നീ വരെയുള്ള എല്ലാ സ്വരങ്ങളും ആരോഹണത്തിലും അവരോഹണത്തിലുമുണ്ട്. അതുമാത്രമല്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രാഗം കൂടിയാണ് മായാമാളവ ഗൗള. അതുകൊണ്ടാണ് സംഗീത പിതാമഹനായ ശ്രീ പുരന്ദരദാസർ സംഗീത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഈ രാഗം തിരഞ്ഞെടുത്തത്. നമ്മുടെ കേരളത്തിലെ തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവാണ് മലയാളത്തിൽ ഒരുപാട് കീർത്തനങ്ങൾ നമുക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ മായാമാളവ ഗൗള രാഗത്തിലുള്ള ദേവദേവ കലയാമിതേ എന്ന കീർത്തനം എല്ലാവർക്കും വളരെ വേഗം മനസ്സിലാകുന്ന ഒരു കീർത്തനമാണ്. അടുത്തായിട്ട് നമുക്ക് ഷഡ്ജം, ഋഷഭം, ഇത് രണ്ടുമാണ് നമ്മൾ ആദ്യമേ പഠിച്ചത്. ഇനി അടുത്ത സ്വരമാണ് സപ്തസ്വരമായ ഗ. ഗ, ഗായ്ക്ക് പറയുന്ന പേരാണ് ഗാന്ധാരം. സ ഷഡ്ജം, രി ഋഷഭം, ഗ ഗാന്ധാരം. നമുക്ക് ഒന്നുകൂടി ഒന്ന് ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം പാടി നോക്കാം. സ, ആകാരം കൊടുത്ത് സ താഴെ, ഇനി അതിൻ്റെ തൊട്ട് മുകളിൽ രേ, ഇക്കാരം കൊടുത്ത് ഋഷഭം, അടുത്തത് അകാരം കൊടുത്ത് ഗാന്ധാരം. ഗാ, ഗ. ഗ എന്ന് പാടിയപ്പോൾ നമ്മുടെ സപ്തസ്വരങ്ങൾ ഷഡ്ജം, നമ്മുടെ നാഭിയിൽ നിന്നുമാണ് ആ സപ്തസ്വരം വരുന്നതെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. അടുത്ത സ്വരമായിട്ടുള്ള ഋഷഭം ഹാർട്ടിൽ. അങ്ങനെ ഓരോരോ സ്വരങ്ങൾ മുകളിലോട്ട്, ആരോഹണം മുകളിലോട്ട് പാടുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ നാഭിയിൽ നിന്നും മുകളിലോട്ടാണ് സപ്തസ്വരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം നാഭിയിൽ, പിന്നെ ഹാർട്ടിൻ്റെ അവിടെ, അത് കഴിഞ്ഞിട്ട് തൊണ്ടയിൽ. അപ്പോൾ ഗാന്ധാരം പാടുമ്പോൾ കറക്റ്റ് തൊണ്ടയിലാണ് വരുന്നത്. അപ്പം നമ്മൾ തൊണ്ടയെ സ്പർശിച്ചുകൊണ്ട് ഗാന്ധാരം ഒന്ന് പാടി നോക്കി. ഗാ, കറക്റ്റ് തൊണ്ടയിൽ നിന്നാണല്ലോ ഗാന്ധാരം വന്നത്. സംഗീതത്തിൽ, ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഒരു എനർജിയും നല്ല സുഖവും തോന്നിക്കുന്ന ഒരു സ്വരമാണ് ഗാന്ധാരം. ഗാന്ധാരം നമ്മൾ ഗമകത്തിൽ പാടുക, സംഗീതം ക്ലാസിക്കൽ മ്യൂസിക് പാടുമ്പോൾ ഗമകത്തിൽ പാടുക എന്ന് പറയുന്നത് തന്നെ ഈ ഗാന്ധാരം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ലൊരു ഗമകം ക്ലാസിക്കൽ മ്യൂസിക് പാടുമ്പോൾ നമുക്ക് കിട്ടും. സാധകം ചെയ്യുമ്പോഴും ഈ ഗാന്ധാരം പ്രാക്ടീസ് ചെയ്താൽ കറക്റ്റ് തൊണ്ടയിൽ നിന്നാണ് ഗാന്ധാരം വരുന്നത്.